ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മിസ നാടകം വീണ്ടും പ്രദർശിപ്പിക്കാൻ ഡിവൈഎഫ്ഐ. പൊതുസമ്മേളന വേദിയിൽ നാളെ നാടകം പ്രദർശിപ്പിക്കും. അതേസമയം നാടക വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. മിസ നാടകത്തിനെതിരായ അധിക്ഷേപത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററും വ്യക്തമാക്കി. അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നും നാടകം എത്തേണ്ട ഇടങ്ങളിൽ എത്തിയെന്നും ചിന്നു ചിലങ്ക റിപ്പോർട്ടറോട് പറഞ്ഞു. ഇതിനെ കൃത്യമായ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. ഞാൻ കൃത്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ചെയ്യുന്ന നാടകക്കാരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും തന്നെയാണ്. അതിനെ സദാചാര ബോധത്തോടെ കാണുന്നത് ചരിത്രബോധമില്ലായ്മയുടെ പ്രശ്നം മാത്രമാണ്. വേദനിപ്പിക്കുന്നില്ല. എൻ്റെ ആശയം കൃത്യമായി എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിട്ടുണ്ട്, അവർക്കത് പൊള്ളിയിട്ടുണ്ട്. ഇപ്പം ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഡിവൈഎഫ്ഐയുടെ വേദിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം, ഞാൻ പറയുന്ന ആശയമാണ് അവരുടെ പ്രശ്നം. ശശികല പോലെയുള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ ടീച്ചർ എന്ന് വിളിക്കുക? സദാചാര ബോധമാണോ ഇവിടെയുള്ള കുട്ടികൾക്ക് അവർ പകർന്നു കൊടുക്കുന്നത്? അവർ ഏത് രീതിയിലാണ് ടീച്ചർ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ശശികലയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ വെറുതെ ഒരു നാടകം ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ കാണണ്ട. കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, എൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസമാണ്, ആ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ ഇനിയും നാടകങ്ങൾ ചെയ്യും. മിസ നാടകത്തെ പിന്തുണച്ച നടൻ ജോയ് മാത്യു രംഗത്തെത്തി. നാടകത്തെ സമഗ്രതയിൽ ആസ്വദിക്കാൻ കഴിയാതെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് വിമർശനത്തിന് പിന്നിലെന്ന് ജോയ് മാത്യു ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. വിവരങ്ങളുമായി ജേസൺ ചാമളപ്പിലും ശരത് എസും ഉണ്ട്. ആദ്യം ജേസണിലേക്കാണ്. ജേസൺ, ഇപ്പോൾ ഡിവൈഎഫ്ഐ മിസ വീണ്ടും പ്രദർശിപ്പിക്കാനൊരുങ്ങുന്നു. ഈ ഡിവൈഎഫ്ഐ പരിപാടിയിലെ ഒരു ചിത്രം മാത്രം ഫോട്ടോ എടുത്തുകൊണ്ട് ഈ നാടകത്തിന്റെ സന്ദേശം വ്യക്തമാകാത്ത രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസവും ലൈംഗിക ചുവടുള്ള കമന്റുകളുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ അതിനെ ഏതു രൂപത്തിലാണ് സമീപിക്കുന്നത്? സ്മൃതി, ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മിസ നാടകം തൃശ്ശൂരിൽ അവതരിപ്പിച്ചത്. ഇതിന് ശേഷമാണ് ഏതാനും ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അത് മറ്റു പല രീതിയിലും വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കൾ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാടകത്തിന് എന്റെ പേരിൽ ഡിവൈഎഫ്ഐയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ പൊതുസമ്മേളന വേദി, അതായത് സമ്മേളനം നടക്കുന്ന വേദിയിൽ വീണ്ടും മിസ നാടകം പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെയാണ് പ്രദർശനം നടക്കുക. നാടകത്തിലെ ചില രംഗങ്ങൾ പാട്ടിട്ട് വക്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു. അത് കോൺഗ്രസും ബിജെപിയും ലീഗിന്റെയും പ്രവർത്തകരാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുകൂടി ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. വി ഡി സതീശന്റെ MDMA ലഹരി മാഫിയ സംഘമാണോ ഇത്തരത്തിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് എന്ന ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നു. ബിജെപിയുടെ കാസർഗോഡ് ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെ എഡിറ്റ് ചെയ്ത വീഡിയോയാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി ഡിവൈഎഫ്ഐ പറയുന്നുണ്ട്. ഏതായാലും മിസ നാടകം മുൻനിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് നാളെ വീണ്ടും ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് മിസ നാടകം വീണ്ടും അവതരിപ്പിക്കുന്നത്. ശരത്, ഇപ്പോൾ ചിന്നു ചിലങ്കയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ജോയ് മാത്യു ഈ CPM-നെ അതിശക്തമായി വിമർശിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ നാടകത്തിനൊപ്പം ഡിവൈഎഫ്ഐയുടെ നിലപാടിനൊപ്പം നിൽക്കുകയാണ് ജോയ് മാത്യു. എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? നാടകത്തിന് പിന്തുണയുമായി ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെയുമാണ് ജോയ് മാത്യു ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ അടക്കം നിയമ നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ പോലീസിൽ പരാതി നൽകുമെന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം തൃശ്ശൂരിലെത്തി പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപത്തിന് പുറമെ ഈ നാടകം ചിത്രീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും ആർക്കും അനുവാദമില്ല. പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിച്ചതിന് എതിരെ കൂടി നടപടി വേണമെന്നടക്കം എന്തായാലും ഈ നാടകവുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചിന്നു ചിലങ്കയടക്കം നമ്മളോട് പ്രതികരണം നടത്തുകയും ചെയ്തു. അതായത് തൻ്റെ ശബ്ദവും ശരീരവും നാടകമാണ്, അത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് താൻ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണം അത് സ്വാഭാവികമായും തൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണ്. അതുകൊണ്ട് തന്നെ എത്തേണ്ടിടങ്ങളിൽ നാടകം എത്തിയിട്ടുണ്ട്, അത് പൊള്ളേണ്ടവർക്ക് പൊള്ളിയിട്ടുണ്ട്. അതാണ് ഈ രീതിയിലുള്ള അധിക്ഷേപത്തിന് കാരണമെന്നടക്കം ചിന്നു പ്രതികരണം നടത്തുകയും ചെയ്തു. ഒപ്പം KP ശശികലയ്ക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ് ഈ കലാകാരി കൂടിയായ ചിന്നു വ്യക്തം
വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഒരു അധ്യാപികയാണെന്ന് അവർ പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സദാചാര ബോധമാണോ അവരെ മുന്നോട്ട് നയിക്കുന്നത്? അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ അതിക്രമം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലൊന്നും തന്നെ വേദനയില്ല. താൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം അത് കൃത്യമായി എത്തി, അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു ചിന്നുവിന്റെ പ്രതികരണം. ശരി, നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് ജേസൺ ചാമോളപ്പിലും ശരത് വിവരങ്ങൾ നൽകിയത്.